അർജന്റീനയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ അർജന്റീനയും ഇംഗ്ലണ്ടും മാച്ച് വരുമ്പോൾ അത് ഒബ്വിയസ്ലി കുറെ ഫാൻസ്, അതായത് പോർച്ചുഗലിന്റെയും ബ്രസീലിന്റെയും കുറെ ആൾക്കാർ ഇപ്പൊ അർജന്റീനയുടെ എതിരെയുള്ള അജണ്ട ഉണ്ടല്ലോ, അതിനെ തുടർന്ന് കുറെ ആൾക്കാർ ഇംഗ്ലണ്ടിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാനൊരു ഇംഗ്ലണ്ട് സപ്പോർട്ടറാണ്. അപ്പൊ എന്റെ പേടി എന്താന്ന് വെച്ചാൽ ഈ എപ്പോഴൊക്കെ ഈ പോർച്ചുഗലിന്റെയും ബ്രസീലിന്റെയും ഫാൻസ് സപ്പോർട്ട് ചെയ്തോളൂ അപ്പൊക്കെ ഇടിയും തോറ്റു. പക്ഷെ ഈ ഇംഗ്ലണ്ട് വേഴ്സസ് അർജന്റീന മാച്ച് സത്യം പറഞ്ഞാല് ഈ വേൾഡ് കപ്പിലെ ഏറ്റവും ഇന്റൻസ് ആയിട്ടുള്ള മാച്ച് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം ഇംഗ്ലണ്ട് വേഴ്സസ് അർജന്റീന പറയുമ്പോൾ കുറെ പണ്ടത്തെ ചരിത്രം ഉണ്ടല്ലോ. അതെ 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 ഉണ്ട്. ഒരു രണ്ട് കൺട്രീസ് തമ്മിലാണെങ്കിലും ഒരുപാട് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അതിന്റെ കാരണം കൊണ്ട് റഫറിമാരെ മാറ്റുന്ന സിറ്റുവേഷൻ വരെ ഉണ്ടായിരുന്നു. ഓൾറെഡി ഇംഗ്ലണ്ടിന്റെ 3 റഫറിമാരാണ് സെമി ഫൈനലില് നിങ്ങളെ കളിക്ക് പ്ലാൻ ചെയ്തീന്. ഇവര് തമ്മിൽ രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നമുള്ളതുകൊണ്ട് ആ റഫറിമാരെ മാറ്റിയിട്ട് വേറെ ഏതോ ടീമിലൊക്കെ കൊടുക്കുന്നതാണ്. അങ്ങനെ രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നമുള്ളതുകൊണ്ട് ആദ്യം USA-ത്തെ 3 റഫറിമാരാണെന്ന് പറഞ്ഞിരുന്നത്. ഇംഗ്ലണ്ട് അല്ലേ? ഇംഗ്ലണ്ട് വേഴ്സസ് ഇതിന് ഇംഗ്ലണ്ട് വേഴ്സസ് അർജന്റീന മാച്ചിന് 3 USA-ത്തെ റഫറിമാരാണ് പറയുന്നത്. എന്നിട്ട് ഓലെ മാറ്റിയോ? അല്ല അതെനിക്കറിയില്ല, അങ്ങനെ കേട്ടീന്. അല്ല, ഇംഗ്ലണ്ടിലെ 3 റഫറിമാരായിരുന്നു തോന്നുന്നുണ്ട്. ഇവര് തമ്മിൽ മാച്ച് ആയതുകൊണ്ട് അത് മാറ്റിയിട്ട് അങ്ങനെ USA-ക്കാരാക്കി. എന്നിട്ട് പിന്നെ USA-ന്റെ ഇന്റർ മിയാമിന്റെ ഫാനാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആൾക്കാർ അങ്ങനെ വന്നിരുന്നു. പക്ഷെ ഇപ്പൊ ഈ ഇംഗ്ലണ്ട് വേഴ്സസ് ഇത് ഫുട്ബോളിന്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലണ്ട് കപ്പടിച്ച 66-ല് ഫസ്റ്റ് ഇംഗ്ലണ്ട് എത്ര കപ്പടിച്ചുള്ളൂ. ഇംഗ്ലണ്ട് യൂറോ കപ്പ് പോലും അടിച്ചിട്ടില്ല, ഒരൊറ്റ യൂറോ കപ്പ് പോലും അടിച്ചില്ല. ആകെ ഒറ്റൊരു ഇംഗ്ലണ്ടിനും എപ്പോഴും നല്ല പ്ലേയേഴ്സും ഇതൊക്കെ വരുന്ന നല്ലതുപോലെ അവസാനം ബോട്ടിലെയും അവസാനം വെച്ചിട്ട് അങ്ങനെ കൊണ്ടു കളയും. പക്ഷെ ഈ അർജന്റീന വേഴ്സസ് ഇംഗ്ലണ്ട് പറയുമ്പോൾ 66-ല് ഇതേപോലെ ഒരു ക്വാർട്ടറിലാണെന്ന് തോന്നുന്നു. ക്വാർട്ടറില് ഇവര് അർജന്റീനയെ തോപ്പിച്ചു. പക്ഷെ അതിന്റെ അകത്ത് ഈ അർജന്റീനന്റെ 10ാം നമ്പറിനെ എന്തോ ഫൗൾ ലാംഗ്വേജ് ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് പുറത്താക്കിയതാണ് അന്ന് റഫറി. എന്നിട്ട് അന്ന് കുറെ അതിന്റെ പ്രതിഷേധം ഉണ്ടായിരുന്നു. അതിനുശേഷം 82-ലെ തോന്നുന്നു ഫാൽക്ലാൻഡ് യുദ്ധം നടന്നു. അതായത് അതിന് ഹിസ്റ്ററി കറക്റ്റ് ആയിട്ട് അറിയില്ല, അതൊന്നും ഞാൻ പറയുന്നില്ല. എന്തായാലും ഒരു സ്ഥലത്തിന്റെ പേരിൽ ഒരു യുദ്ധം നടന്നു, ധാരാളം അർജന്റീന സൈനികർ കൊല്ലപ്പെട്ടു. അതിനുശേഷം 4 വർഷം കഴിഞ്ഞിട്ടാണ് ഈ മറഡോണയുടെ ഹാൻഡ് ഓഫ് ഗോഡ് വരുന്നത്. 4 വർഷം കഴിഞ്ഞിട്ട് നമ്മളെ അർജന്റീന വേഴ്സസ് ഇംഗ്ലണ്ട് ഇതേപോലെ ക്വാർട്ടർ വരുന്നു. ഇപ്രാവശ്യം അർജന്റീന പക്ഷെ ജയിക്കാണ്. അത് 2ാമത്തെ കളിയായിരുന്നു. ഫസ്റ്റത്തെ കളി ഇംഗ്ലണ്ട് ജയിച്ചു, 2ാമത്തെ കളി അർജന്റീന. ഈ ഹാൻഡ് ഓഫ് ഗോഡ്, അതുപോലെ മറ്റേ ഗോൾ ഓഫ് ദി സെഞ്ചുറി, ഏറ്റവും മികച്ച ഗോൾ എന്ന് കണക്കാക്കപ്പെടുന്ന മറഡോണയുടെ ഗോള്, അതും പിന്നെ ഈ ഹാൻഡ് ഓഫ് ഗോഡും വരുന്നു. അപ്പോ എന്തായി, അതുവരെയുള്ള കാലത്ത് ഏറ്റവും മികച്ച റൈവൽറി എന്ന് പറയാൻ പറ്റുന്ന ഒരു കളിയായി മാറി ഇംഗ്ലണ്ടും അർജന്റീന. പക്ഷെ അത് കഴിഞ്ഞുള്ള എല്ലാ മാച്ചും ഇംഗ്ലണ്ട് സുഖമായിട്ട് ജയിച്ചു പോയിട്ടുണ്ട്. പിന്നെ അർജന്റീനക്കെതിരെ ഏകദേശം എല്ലാ കളിയും ജയിച്ചിട്ടുണ്ട്. ഒരു കളി മാത്രം ഈ ഹാൻഡ് ഓഫ് ദി ഗോഡിന്റെ റിവെഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ മീംസ് എന്തൊക്കെ ഹാൻഡ് ഓഫ് ദി കേബിള്, എങ്ങനെ ഗോഡ് ഓഫ് ദി കേബിളോ എന്താ കേബിൾ ഓഫ് ഗോഡ് അങ്ങനെ എന്തല്ലേ ഇതിന്റെ റിവെഞ്ച് ആണ് പ്രാവശ്യം വരാൻ പോണെന്നൊക്കെ പറഞ്ഞിട്ട്. അതല്ല, ഞാൻ കണ്ടത് വേറെ. നമ്മളെ നോർവേന്റെ മാച്ചിൽ ഒരു കേബിൾമ തട്ടി എന്ന് പറഞ്ഞിട്ട് അതിനെ ഈ ഹാരിക്കും പറഞ്ഞിട്ടില്ല, പക്ഷെ ആൾക്കാർ വെറുതെ തമാശക്ക് പറഞ്ഞാണ്. അത് ഇങ്ങക്ക് ഹാൻഡ് ഓഫ് ഗോഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഹാൻഡ് ഓഫ് കേബിൾ. അപ്പോ അതവിടെ ഇരിക്കട്ടെ. അപ്പൊ ഇത്രയും റൈവലറി ഉള്ള ഒരു കളി ചിലപ്പോ അർജന്റീനക്ക് ബ്രസീലിനോടുള്ള ഇത്ര ഒരു ഇന്റൻസ് ആയിട്ടുള്ള റൈവലറി ഉണ്ടാവില്ല. ഫുട്ബോളിൽ റൈവലറി ഉണ്ടാവും, പക്ഷെ ഇത്രയും ആൾക്കാർ തമ്മിൽ. അർജന്റീനന്റെ ഒരു ഫേമസ് സ്റ്റാൻഡാണ് ദോസ് ഹു ഡോണ്ട് ജമ്പ് ആർ ഇംഗ്ലീഷ്മെൻ എന്ന് പറഞ്ഞിട്ട്, ചാടാത്തവര് ഇംഗ്ലീഷുകാരാണെന്നുള്ള നിലക്ക് ഒരു ചാടുമ്പോ പാടുന്ന ഒരു ചാൻഡാണ്. അപ്പോ അത്രയും ഒരു റേഷ്യലി അവർക്കൊരു എന്താണ് എതിർപ്പുള്ള രാജ്യങ്ങളാണ്ടെണ്ണം. അപ്പോ ഈ മാച്ച് ഏറ്റവും ഇന്റൻസ് ആവും. പിന്നെ കളിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് തോന്നുന്നത്? കളിന്റെ കാര്യം പറയുകയാണെങ്കിൽ എന്റെ ആഗ്രഹം എങ്ങനെ പോലെ അർജന്റീന തോക്കണം എന്നാണ്. പക്ഷേ അർജന്റീന സ്പെയിനെ പറഞ്ഞ പോലെ അല്ല, അതിന്റെ അപ്പുറമാണ്. എന്താ പ്രശ്നം വെച്ചാൽ ഇവര് ഓപ്പോസിറ്റ്. ഇപ്പൊ നമ്മള് ഫ്രാൻസും അർജന്റീനയും കളിച്ചാൽ ഫ്രാൻസ് ഈസി ആയിട്ട് അർജന്റീന തോപ്പിക്കും എന്ന് എല്ലാവരും പറയും. പക്ഷെ അപ്പൊ അർജന്റീനയുടെ സ്വഭാവം മാറും. ഫ്രാൻസ് അപ്പുറത്ത് നിന്നുണ്ടെങ്കിൽ അത് അങ്ങനെ കരുതുന്ന പോലെ അത്ര പെട്ടെന്നും ചിലപ്പോൾ തോപ്പിച്ചോളുന്നില്ല. പോലെ അതിനനുസരിച്ച് അവിടെ പൊടിച്ചു നിൽക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഇംഗ്ലണ്ട് ശരിക്ക് ഓൺ പേപ്പേഴ്സ് ബെറ്റർ ആണ് അർജന്റീനയേക്കാൾ. പക്ഷെ ഒരു ടഫ് കോമ്പറ്റീഷൻ എന്തായാലും ഉണ്ടാകും. പിന്നെ ഇംഗ്ലണ്ടിൽ ഇപ്പൊ മെയിൻ കാര്യം ഇന്റെ ഒരു ഇതാണ് എനിക്ക് തോന്നുന്നത്,
ഹാരി കെയ്നേക്കാൾ നിങ്ങളെ മെയിൻ മാൻ എന്ന് പറയുന്നത് ഇപ്പൊ ബെല്ലിംഗാമാണ് അല്ലേ? ഞാൻ റയൽ ഫാനാണ്, ചിലപ്പോ കുറച്ച് സപ്പോർട്ടീവായി പറയും. പക്ഷെ ശരിയാണ്. പക്ഷെ രണ്ടാളും ഏകദേശം എനിക്ക് സെയിം ആയിട്ട് രണ്ടാളും 6 ഗോൾ തന്നെയാണ്. പക്ഷെ ഗോളിനെക്കാട്ടും ഞാൻ ആലോചിക്കാന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അതിപ്പോ നമ്മളെ നോർവേന്റെ ഇതുള്ള മാച്ചിൽ കെയ്നെ ആകെ കണ്ട് പൂട്ടിയിട്ടു. അപ്പൊ സ്റ്റെപ്പ് അപ്പ് ചെയ്തത് ബെല്ലിംഗാമാണ്. പിന്നെ അതിന്റെ മുന്നത്തെ കളി നമ്മളെ കോങ്കോന്റെ ഇതുള്ള മാച്ചിൽ കെയ്ൻ സ്റ്റെപ്പ് അപ്പ് ചെയ്തു. പക്ഷെ അന്നും ബെല്ലിംഗാം പെർഫോം ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ അറ്റാക്ക് ഗോൾ ഇല്ലെങ്കിലും അവന്റെ ഡിഫൻസീവ് കോൺട്രിബ്യൂഷൻ മെക്സിക്കോന്റെ എതിരെ അവൻ വന്നിട്ട് ഒരു 2 ഗോൾ അടിച്ചില്ലാറെ ഓന് ഒരു ഗോൾ ലൈൻ ക്ലിയറൻസ് എന്നുള്ള നിലക്ക് ഒരു ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒരു ഗോളിന്റെ അത്ര എന്താ ഡിസർവ് സംഭവമാണ്. ഓന് ഇതേപോലെ ഓനെ ഡിഫെൻഡിങ്ങിൽ നല്ലോണം ഇറങ്ങി സഹായിക്കും. ആ സഹായിച്ചിട്ട് കിഡിലും കൗണ്ടറിനോ തുടക്കം ഓന്റെ ടേൺ ഉണ്ടല്ലോ, മറ്റേ സിദാൻ ടേണറാണ്. ആ സാധനം നൈസ്. അത് ഒരു 3-4 ആളുടെ നിന്നാണെങ്കിലും ഓൻ പന്ത് മിസ്സാതെ ചെയ്യും. അവന്റെ ഒരു കിഡിലൻ സാധനം. അതേപോലെ വേറെ ട്രോളിനു സിദാന്റെ കളി ഫുട്ബോൾ ഫാൻസ് മിസ് ചെയ്യണോണ്ടാണ് ബെല്ലിംഗാം എന്ന് പറഞ്ഞിട്ടൊരു മുതലിനെ പടച്ചു വിട്ടത് പറഞ്ഞിട്ട്. സിദാന് മിസ്സായവർക്ക് ബെല്ലിംഗാമാണ് ആ സെയിം വേർഷൻ ആണ് പറഞ്ഞിട്ട്. കാരണം അടിപൊളി മിഡ്ഫീൽഡറാണ് ശരിക്ക്. ഓനെ പെഡ്രിനേറ്റൊക്കെ കമ്പയർ ചെയ്യണോണ്ടൊന്നും കുഴപ്പമില്ല. ബട്ട് ഇങ്ങനെ ഓരോന്ന് കുറെ ഇൻസിഡന്റുകൾ കാണുമ്പോ നമ്മളതൊന്നും അങ്ങനെ ഒരു കമ്പാരിസന്റെ കമ്പയർ ചെയ്യണോണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് പെഡ്രിനേക്കാൾ ഫാർ ആയിട്ടാണ്. പക്ഷെ അതല്ല വേറെ രസമുണ്ട്. ഈ പെഡ്രിനെ പണ്ട് ബാഴ്സ ഫാൻസ്, അതായത് പെഡ്രി കുറച്ച് നല്ല കാലത്തിലായപ്പോ ബാഴ്സ ഫാൻസ് ഭയങ്കര ഹൈപ്പ് ചെയ്തിട്ട് എന്താണ് ബെല്ലിംഗാമിനെക്കാട്ടും എത്രയും മികച്ച പ്ലെയർ ആണെന്ന് പറഞ്ഞു. അന്ന് എന്താണ് ഓക്കെ റെഡിയാണ്, പെഡ്രി മെച്ചാണ്. എന്നിട്ട് ഇപ്പോ ബെല്ലിംഗാമാണ് ബെറ്റർ എന്ന് പറയുമ്പോൾ ബാഴ്സ ഫാൻസ് അല്ലെങ്കിൽ ഈ പെഡ്രിന്റെ ഫാൻസ് പറയുന്ന കാര്യം പെഡ്രി ഡിഫെൻസീവ് മിഡാണ്, മറ്റോനെ അറ്റാക്കിംഗ് മിഡാണ്. നിങ്ങൾക്ക് ഇങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റും. അപ്പൊ ഓർക്കാവുമ്പോ കുഴപ്പമില്ല, ഇപ്പുറത്താകുമ്പോ കുഴപ്പമുണ്ട്. അതെ അതുണ്ട്. പിന്നെ വേറൊന്നുണ്ട്. പക്ഷെ എന്താ ഈ കമ്പാരിസന്റെ പ്രശ്നം എന്താ വെച്ചാലേ ലാലിഗയിൽ ഇപ്പോ റയൽ കുറച്ച് ഡൗണും ബാർസ കുറച്ച് നല്ല രീതിയിലാണ്. അതുകൊണ്ട് അവിടുന്ന് കമ്പയർ ചെയ്യുമ്പോ പെഡ്രി ബെറ്റർ ആണ്. ആ ഒരു പ്രശ്നം വരുന്നത്. ഇപ്പൊ ലാസ്റ്റ് റയൽ ചാമ്പ്യൻസ് ലീഗ് അടിച്ച സീസൺ ഉണ്ടല്ലോ, അതൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ബെല്ലിംഗാമിന്റെ കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഓൻ ടീമിൽ ഉണ്ടാക്കണ ഓൾ എന്താന്നുള്ളത്. അതിപ്പോ ഇംഗ്ലണ്ടിന്റെ കളി ഉണ്ടാലും നമുക്ക് ഏകദേശം മനസ്സിലാവും. കാരണം ഓൻ എല്ലായിടത്തും ഓടിയെത്തും, എല്ലാത്തിനും ഉണ്ടാവും. ടാക്കിൾ ആണെങ്കിലും അറ്റാക്ക് ചെയ്യാനാണെങ്കിലും ഗോൾ അടിക്കാനാണെങ്കിലും അസിസ്റ്റിലും കംപ്ലീറ്റ് പാക്കേജ് ആണ്. അതെ, ഓൻ ടീമിൽ എടുത്തു കഴിഞ്ഞാൽ ഒരുവിധം കാര്യങ്ങളൊക്കെ ഓൻ ചെയ്തോളും. ആ ഒരു മെച്ചുണ്ട്. ഇപ്പൊ റയലില് കളി വരുമ്പോഴും ഇപ്പൊ ഇവര് ഈ കളിക്കണോലൊക്കെ വേൾഡ് കപ്പ് കളിക്കണ കളിന്റെ ഒരു 80% വന്നാൽ മതി എന്നാണ് ഞാൻ ആഗ്രഹിക്കണത്. അതാണ് തന്നെ സെറ്റാ. എത്രങ്ങാനും മാൻ ഓഫ് ദി മാച്ചസ് ആണ് എംബാപ്പെ ഇപ്പോ അർദ്ധ ഗുളർ വരെ. അതായത് എംബാപ്പെ നമ്മളെ ആരൊക്കെയാണ്, വിനീഷ്യസ്, പിന്നെ നമ്മളെ ബ്രഹീമിന് വരെ കിട്ടി, അർദ്ധ ഗുളറിന് കിട്ടി. പിന്നെ വാൽവർദ്ദേക്ക് ഒരു കളി കിട്ടിയിട്ടുള്ളൂ. ഉറുഗ്വേ ഭയങ്കര മോശമാണ് ഇപ്രാവശ്യം, എന്നാലും ഒരു കളിയിട്ട് കിട്ടി. പിന്നെ ആർക്കാ അത്രയും, പിന്നെ പ്രത്യേകിച്ച് ബെല്ലിംഗാം, പിന്നെ പിന്നെ ചോമിനി, അതേപോലെ ഡിഫൻസിൽ അന്നും ഇന്നും ശരിക്കും ഓനൊക്കെ ഓൾറെഡി ബെസ്റ്റ് കീപ്പർമാരെ എന്റെ ഒരു അഭിപ്രായം. ഈ ഒരു സീസണിൽ ലാലിഗും ചാമ്പ്യൻസ് ലീഗും അങ്ങനെ എന്തെങ്കിലും കൂടി കിട്ടിക്കഴിഞ്ഞാൽ എത്തി. അത്രയും നല്ല പെർഫോമൻസ് ആണ് റയലില്. പറഞ്ഞാൽ ഡിഫൻസ് പൊട്ടിയാലും നമുക്കൊരു വിശ്വാസം ഉണ്ട് കോർട്ടോ സേവ് ചെയ്തോളും. കോർട്ടിന് മിക്കവാറും സമയത്ത് ഈ ലെഡ് ഡൗൺ, അതായത് ഓനെ മോശമാക്കാൻ കാരണം അവന്റെ ഡിഫൻസ് ആണ്. ഡിഫൻസ് കുറച്ചുകൂടി ഒരു ഡീസന്റ് ഡിഫൻസ് ആണെന്നുണ്ടെങ്കിൽ ഓനെ എപ്പോഴോ ഏറ്റവും ടോപ്പ് ലെവലിൽ എത്തണ്ട. അതിന് റെഡി ആയിക്കോളും. മൊറിഞ്ഞോ ആൻഡ് പുതിയ പ്ലേയേഴ്സും പാക്കേജും സാധനങ്ങളൊക്കെ മാറിയില്ലേ. അതേപോലെ ഇപ്പൊ ഇനി അടുത്ത കളി അല്ല, നിങ്ങളെ പ്രൊഡിക്ഷൻ പറഞ്ഞില്ല. എന്റെ പ്രൊഡിക്ഷൻ ഇംഗ്ലണ്ട് സ്പെയിൻ അല്ല ഇംഗ്ലണ്ട് അർജന്റീന. അവരുടെ ഒറ്റൊരു ഫാക്ടർ ഉള്ളൂ, അത് മെസ്സി മാത്രാണ് ഓരോ ടീമിലുള്ളത് എന്റെ അഭിപ്രായത്തിൽ. കാരണം മെസ്സിന്റെ ഒരു മോശം കളിയാണെന്നുണ്ടെങ്കിൽ അർജന്റീന എപ്പോ തോറ്റു എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ മെസ്സിക്ക് ഒരു ഒറ്റ മോശം കളി വരൂല, അത് മാത്രമാണ് പ്രശ്നം. മെസ്സിനെ പൂട്ടിയും തോന്നിയാലും ചിലപ്പോ ഒരൊറ്റ നിമിഷത്തെ കാര്യം കൊണ്ട് മെസ്സി എത്ര ചെറുപ്പത്തിലായാലും എത്ര പ്രായമായാലും അവനെ പൂട്ടിന്ന് പറയാൻ നമുക്ക് പറ്റൂല. കാരണം മേ ബി അവനെ ഫൗൾ വെച്ചാണ്ട് പൂട്ടാൻ പറ്റും, പക്ഷെ അല്ലാതെ അവനെ പൂട്ടാന്ന് പറയണത് നിയർലി ഇമ്പോസിബിൾ ആണ്. അതുകൊണ്ടാണ് അവനെ ഇത്രയും ബെസ്റ്റ് ഗോട്ട് എന്ന് പലരും പറയാൻ കാരണം വരെ അതുകൊണ്ടാണ്. അപ്പോ ഈ ഒരു കളിയിലും പിന്നെ മെസ്സിന്റെ ആദ്യത്തെ കളിയാണ് ഇംഗ്ലണ്ടിനെതിരെയുള്ള, മെസ്സിന്റെ ആദ്യത്തെ കളിയാണ് ഇംഗ്ലണ്ടിനെതിരെയുള്ള വേൾഡ് കപ്പില് മൊത്തത്തില്. കാരണം ഇംഗ്ലണ്ടും അർജന്റീന അവസാനം കളിച്ച 2002 വേൾഡ് കപ്പിലാണ് തോന്നുന്നു.
അപ്പോൾ എന്തുകൊണ്ടും മെസ്സിനെ പിടിച്ചാൽ കളി അങ്ങോട്ട് ജയിക്കാൻ പറ്റും. പക്ഷേ ഞങ്ങളുടെ ഡിഫെൻസിലാണ് അധികം, അതായത് ഞങ്ങളുടെ ഡിഫെൻസിൽ ഇപ്പോൾ എന്താണ് സ്റ്റോൺസ്, ഗ്വേഹി, സ്പെൻസ്, അങ്ങനെ അതായത് അധികം മെയിൻ ഇപ്പോൾ മഗ്വയർ അങ്ങനത്തെ പ്ലേയേഴ്സും ഇല്ല. സ്റ്റോൺസ് ഉണ്ട്, മഗ്വയർ, വാക്കർ അങ്ങനത്തെ എക്സ്പീരിയൻസ്ഡ് ആൾക്കാർ, പണ്ട് കണ്ടുവരുന്ന എക്സ്പീരിയൻസ്ഡ് ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ അവർക്ക് ഒരു ഇഷ്യൂ വന്നേക്കാം. അത് മാത്രമാണ് എൻ്റെ പേടി. അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതൊരു പ്ലെയർ, മെസ്സി അല്ലാത്ത ഏതൊരു പ്ലെയറിനെ എടുത്താലും ആ പൊസിഷനിൽ ഇംഗ്ലണ്ടിന്റെ പ്ലേയേഴ്സ് ആയിരിക്കും ബെറ്റർ. അത് അപ്പോൾ വേറെ തന്നെയാണ്. പക്ഷെ അർജന്റീന പോലെ പ്രശ്നം എന്താ വെച്ചാൽ, പ്രശ്നമില്ല, ഈ ഇവല് ടീമിന് വേണ്ടിയിട്ട് ചങ്ക് കുറച്ച് കൊടുക്കണോലാണ്, അങ്ങേയറ്റ കളിക്കും ടീമിന് വേണ്ടിയിട്ടാണ്, ഈ മെസ്സിക്ക് വേണ്ടിയിട്ട്. ഇവലിങ്ങളെ ടീമിൽ ഇപ്പോ കഴിഞ്ഞ കളി കഴിഞ്ഞതിന് ശേഷം കുറച്ച് പ്രശ്നങ്ങളുണ്ടാക്കണല്ലോ. പ്രശ്നങ്ങളെന്ന് പറയാൻ പറ്റില്ല, തുച്ചലും പ്ലേയേഴ്സും തമ്മില്. തുച്ചല് ഭാഗ്യം കൊണ്ട് ജയിച്ചാണെന്നൊക്കെ പറഞ്ഞ ബെല്ലിംഗാമിനും ബെല്ലിംഗാമും വേറെ ഒരുത്തനും കൂടി ഉണ്ട്. കെയ്നല്ല, ഒരു ബ്ലാക്ക് ആണ്, എനിക്ക് ഓർമ്മയില്ല. ഓനും ഇവര് രണ്ടാളും അതിനെ എതിർത്തിക്കണ്. എനിക്ക് അങ്ങനെ അഭിപ്രായത്തിനോട് ബെല്ലിംഗാമിന് മാത്രമേ കണ്ടിട്ടുള്ളൂ. അല്ല പക്ഷെ അത് എന്റെ അഭിപ്രായത്തിൽ അതൊരു ടാക്ടിക്കൽ മൂവ് ആയിട്ടാണ് തോന്നുന്നത്. കാരണം ഇത്രയും വന്ന സ്ഥിതിക്ക് ഇനിയിപ്പോ അത് വെറുതെ ഒരു ബാൻഡർ എന്നുള്ള നിലക്ക്, വെറുതെ തമാശ എന്നുള്ള നിലക്ക് പറഞ്ഞതായിരിക്കാൻ ചാൻസ്. കാരണം ട്യൂഷൽ പറഞ്ഞത് കുറച്ചൊരു കൈച്ചിലായി രക്ഷപ്പെട്ടു എന്ന് അറിയില്ലേ, കൈച്ചിലായി എന്നറിയില്ലേ, അങ്ങനെയാണ് പറയുന്നത്. കാരണം ട്യൂഷൽ പറഞ്ഞു നമ്മളെ ഒരു കളിയിൽ ഒരു ആൻഡേഴ്സൺ ഒരു പുള്ള് ചെയ്തിട്ട് ഹാലൻഡിന്റെ ഒരു ഗോൾ ഡിസലോവ് ചെയ്തിട്ടുണ്ട്. അത് വെരിഫൈഡ് സോഴ്സ് അല്ല, പക്ഷെ എന്നാലും ട്യൂഷൽ പറഞ്ഞിട്ടുണ്ട്. അത് എനിക്ക് സത്യത്തില് അങ്ങനെ ഫൗളായിട്ട് തോന്നിയിട്ടില്ല. അത് റിപ്പോർട്ട് ചെയ്തത് ഉറപ്പൊന്നുമില്ല കേട്ടോ, ക്രെഡിബിൾ അല്ല, എന്നാലും ജസ്റ്റ് ഒന്ന് പറയാം, അങ്ങനെ തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും ചിലപ്പോ അവിടെ അങ്ങനെ പറഞ്ഞത്, അത് കഴിച്ചില്ലായി എന്ന് പറഞ്ഞത്. പിന്നെ ഇപ്പോ ബെല്ലിംഗാം പറഞ്ഞത് എന്താണ്, എനിക്കതൊരു തമാശ രീതിയിലായിട്ട് തോന്നിയിട്ടുള്ളൂ. കാരണം അതില് ഇത്രയും മെന്റാലിറ്റി ഉള്ള ഒരു ടീം ഇപ്പോൾ മെക്സിക്കോന്റെ എതിരെ അവരെ മേ ബി ഹാരിക്കനൊക്കെ പറഞ്ഞത് ഓന്റെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് മാച്ച് ആയിരുന്നു, അത്രയും ഒരു എന്താണ് പീക്ക് പെർഫോമൻസ് ആണ് അവർ കാഴ്ചവെച്ചത്. അപ്പൊ അത്രയും അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ഉള്ള ടീം ഇങ്ങനെ പ്രശ്നം അങ്ങനെ ഉള്ളിൽ ഉണ്ടാവാതിരിക്കട്ടെ, ഉണ്ടെങ്കിൽ കൊളാവും, ഉണ്ടാവാതിരിക്കട്ടെ. കാരണം ചിലപ്പോ ടുച്ചല് പറഞ്ഞ കോച്ചാണ്, എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്ന ആളാണ്, ഓൻ ആ ഒരു ഇത് വെച്ചിട്ട് പറഞ്ഞേ കാരം. പിന്നെ ബെല്ലിംഗാം എന്നൊക്കെ പറയണത് അത്യാവശ്യം മെയിൻ പ്ലേയേഴ്സ് ആണ്. ഈഗോ കയറി കഴിഞ്ഞ അവന്മാരൊക്കെ എന്താ പറയാ, എല്ലാ പ്രശ്നം അതൊക്കെ തന്നെയാണ്. അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലാതിരിക്കട്ടെ, ഒരു ടീം ആകുമ്പോൾ ഒരിക്കലും ഇല്ലാതിരുന്നാലാണ് നടക്കുള്ളൂ. ഉണ്ടെങ്കിൽ നാഷണൽ ടീം ആകുമ്പോ ഈഗോ ഒക്കെ അങ്ങോട്ട് മാറ്റി ചവിട്ടിട്ടേക്ക് അറിയേണ്ട സാധനമാണ് ഈഗോ എന്നൊക്കെ പറയുന്നത്. ഉറുഗ്വേയിൽ കണ്ടില്ലേ, ഉറുഗ്വേയിൽ ആകെ ഈഗോണ്. ഈഗോ വെച്ചാല് ഓലെ കോച്ച് ചെങ്ങന്റെ പേരെന്താ, ഓനാകെ പണിയെടുപ്പിക്കുന്ന ഒരു കോച്ചാണ്. എല്ലാരും വന്നിട്ട് മാക്സിമം പണിയെടുപ്പിക്കുക, അതാണ് അവന്റെ പണി. ട്രെയിനിങ്ങിലാണെങ്കിലും ഇനി കളിക്കുമ്പോഴാണെങ്കിലും ഫുള്ള് ഓടിപ്പിക്കുക. അതില് ഇഷ്ടപ്പെടാതെയാണ് ഉറുഗ്വേയിലത്തെ പ്ലേയേഴ്സ് ഇവനെതിരെ തിരിഞ്ഞത്. ഓവറായിട്ട് നയിപ്പിക്കാണ്, ഓവറായിട്ട് ഇടങ്ങാറാക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഓനെ പുറത്താക്കിയല്ലോ. ഓനെ മറ്റേ ഗഗൻ പ്രസിംഗ് ഒക്കെ കൊണ്ടുവന്നപ്പനല്ലേ അറിയപ്പെടുന്ന കോച്ചാ, ഓനെ പ്രീമിയർ ലീഗിൽ ഏതോ ക്ലബിലൊക്കെ ഉണ്ടായിരുന്നു. പേര് നോക്കിട്ടോ, എനിക്ക് പേര് പറഞ്ഞാൽ മനസ്സിലാവും. നമ്മളെ അങ്ങനെയൊക്കെയാണ്. ഏതായാലും ഇനി അടുത്ത കളി, അപ്പൊ ഇന്റെ പ്രഡിക്ഷൻ എന്താ വെച്ചാലേ, നമ്മളെ എനിക്ക് നല്ല ഉറപ്പുണ്ട് ഞങ്ങൾ ജയിക്കും. പക്ഷെ ഈ മെസ്സി എന്തെങ്കിലും എക്സ്ട്രാ ഓർഡിനറി ചെയ്താൽ മാത്രമേ എന്തെങ്കിലും നടക്കുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ സുഖമായിട്ടൊരു 3-1 അല്ലെങ്കിൽ 3-2, സുഖമായിട്ടുള്ള 3-2 അതായത് ജയിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എക്സ്ട്രാ ടൈമിക്ക് പോകേണ്ടി വരില്ല. പക്ഷെ ഈ അർജന്റീനന്റെ പറഞ്ഞ പോലെ എങ്ങനെയും കടിച്ചു പിടിച്ച് തൂങ്ങി നിൽക്കും. ഒരു ഗോളൊക്കെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ കടിച്ചു. മെയിൻലി അർജന്റീനന്റെ കുഴപ്പം വിങ്ങേഴ്സാണ്. അപ്പോൾ രണ്ട് വിങ്ങേഴ്സും അത്ര നല്ല പെർഫോമൻസ് അയച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് വിങ്ങേഴ്സ് ഞങ്ങളെ സാക്ക ആയിക്കോട്ടെ, മധുവെക്ക ആയിക്കോട്ടെ, പിന്നെ ലെഫ്റ്റില് റാഷ്ഫോർഡ്, ഗോർഡൺ, അപ്പൊ ഇവരൊക്കെ കുറച്ചൊന്ന് സ്റ്റെപ്പ് അപ്പ് ചെയ്താൽ സുഖമായിട്ട് അടിച്ചിടാൻ പറ്റുന്ന ടീമാണ് അർജന്റീന. അപ്പോൾ എനിക്ക് തോന്നുന്നത് അർജന്റീനനെ 3-1 തോൽപ്പിക്കാൻ പറ്റുന്നതാണ്, തോൽപ്പിക്കണം എന്നാണ്. പിന്നെ ബാക്കിയുള്ള മെസ്സിന്റെ കയ്യില്. പക്ഷെ ഈ ഇംഗ്ലണ്ട് നല്ല രാജകീയമായിട്ട് ജയിച്ചു പോവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ഉറപ്പ് പറയാണ്, ഈ പല ഫാൻസും ഇംഗ്ലണ്ട് സപ്പോർട്ട് ചെയ്യേണ്ടി പറഞ്ഞല്ലോ, അതിന് ഒരു ചെറിയ ശതമാനം ഫാൻസെങ്കിലും ഇംഗ്ലണ്ടിന്റെ സപ്പോർട്ടേഴ്സായി മാറും. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ജയിച്ചു കഴിഞ്ഞപ്പോ ഇംഗ്ലണ്ട് ഫ്രാൻസ് ഫൈനൽ വരാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? കിട്ടില്ല കളിയാവും. ഇംഗ്ലണ്ട് ഫ്രാൻസ് തോൽപ്പിക്കാൻ പറ്റുമോ? ഞാൻ സത്യം പറഞ്ഞാല് സ്പെയിൻ ജയിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. കാരണം ഇംഗ്ലണ്ട് ഫ്രാൻസ് വരികയാണെന്നുണ്ടെങ്കിൽ അതായത് 50-50 എന്റെ മനസ്സെന്തായാലും പറയുന്നത് എന്തായാലും ജയിക്കണം എന്നാണ്. പക്ഷെ
സത്യത്തില് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രാൻസ് അൺസ്റ്റോപ്പബിൾ ടീമാണ്. അവർക്ക് സത്യം പറഞ്ഞ ഒരു എതിരാളി, അത് ഫ്രാൻസിന് ഇതുവരെ കളിച്ച മാച്ചസിൽ ഒരു വട്ടം പോലും ഒരു ട്രൈ പോലും ചെയ്യാനുള്ള അവസ്ഥ വന്നിട്ടില്ല എന്ന് തോന്നുന്നു. മൊറോക്കോന്റെ എതിരെ പോലും അവര് എത്ര ഈസി ആയിട്ട് തന്നെ ആരും അവർക്ക് ഒട്ടും ഒരു 100% അവർക്ക് കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. അപ്പൊ എനിക്ക് തോന്നുന്നത് ഫ്രാൻസിനെ സ്റ്റോപ്പ് ചെയ്യാൻ ശരിക്കും അർജന്റീനക്ക് മാത്രമേ വെയ്ക്കുള്ളൂ, വേറെ ആർക്കും വെയ്ക്കും തോന്നുന്നില്ല. കാരണം ആ അർജന്റീന എന്തേലും കാട്ടിട്ട് പിടിച്ചു നിൽക്കും, എന്തേലും കാട്ടും, ഓല് എങ്ങനെയൊക്കെ നിന്നോളും. മെസ്സി മാജിക്കോ അല്ലെങ്കിൽ ഓലെ ഫുള്ള് കൊടുക്കലോ, ഒന്നും നടന്നില്ലെങ്കിൽ കുത്തലോ തുടങ്ങുമല്ലോ, എന്തേലും കാട്ടി പോലെ പിടിച്ചു. അത് പോലെ ഒന്നല്ല, ലാറ്റിൻ അമേരിക്കൻ കൺട്രീസ് ഫുൾ ഏകദേശം അങ്ങനെ തന്നെയാണ്. പിന്നെ ബാക്കി ടീമൊക്കെ പറഞ്ഞ പോലെ ടാക്ടിസും ഉറച്ചു നിൽക്കും, അത് പാളിയ ഫ്രാൻസ് കയറും, അതാണ് ഉണ്ടാവുക. പക്ഷെ പിന്നെ ഓക്കെ, പിന്നെ നീ എന്താ, അപ്പൊ അങ്ങനെയൊക്കെയാണ് വേൾഡ് കപ്പിന്റെ സ്വറങ്ങൾ വരിക. നടക്കട്ടെ, അങ്ങനെ ആഗ്രഹം പോലെ ഇംഗ്ലണ്ട് ഫൈനലിൽ കയറട്ടെ, എന്റെ ആഗ്രഹം പോലെ ഫ്രാൻസും കയറട്ടെ, എന്നിട്ട് ഫ്രാൻസ് ജയിക്കട്ടെ. എംബാപ്പയ്ക്ക് ഒരു ബാലൻഡിയോർ ഇട്ടിട്ട്, ബാലൻഡിയോർ കിട്ടും, അത് ഡെമ്പലേക്കായിരിക്കും. പക്ഷേ ഇംഗ്ലണ്ട് സെമി ഫൈനലിലേക്ക് എത്താണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഹാരി കെയ്ന് ബാലൻഡിയോർ അടിക്കുന്നതാണ്. കാരണം അത്രയും ടോപ്പ് സ്കോറിങ് സീസണാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ കൊടുത്തിട്ടില്ലാന്നുണ്ടെങ്കിൽ വലിയ റോബർ തന്നെയായിരിക്കും. പക്ഷെ അർജന്റീന ഫൈനലിലേക്ക് എത്തിയാല് മെസ്സി കിട്ടും ചിലപ്പോ, പറയാൻ പറ്റൂല. അതിനുള്ള നല്ല ഒരു ചാൻസ് ഞാൻ കാണുന്നുണ്ട്. കാരണം അത്രയും കഴിഞ്ഞ വേൾഡ് കപ്പിനെ സ്റ്റാറ്റ്സ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വേൾഡ് കപ്പിനെക്കാളും നല്ല വേൾഡ് കപ്പാണ് ഇപ്രാവശ്യം മെസ്സിക്ക് ഉള്ളത്. അപ്പൊ അന്നത്തെ വേൾഡ് കപ്പ് നമുക്ക്, അന്നത്തെ ബാലൻഡിയോർ നമുക്കറിയാം, ഹാലിന് അത്രയും നല്ല സീസൺ ആയിട്ടും കൊടുത്തില്ല. അപ്പൊ ഇപ്രാവശ്യം മെസ്സിക്ക് കൊടുത്തുകൂടായില്ല. പിന്നെ ഒന്നാമത് ചെറിയൊരു ഫേവററ്റിസം ഉണ്ടാവും. പക്ഷെ ഡെമ്പലെ ആണെന്നുണ്ടെങ്കിൽ ഫേവററ്റിസം എങ്ങനെ പോവാന്ന് അറിയില്ല. കാരണം ഡെമ്പലെ ഒന്നാമത് ഫ്രഞ്ച് ആണ്, പിന്നെ അങ്ങനത്തെ ഡെമ്പലെ ഫ്രാൻസ് ഫുട്ബോൾ കൊടുക്കുന്ന സാധനമായതുകൊണ്ട് ചിലപ്പോ ഫ്രഞ്ച് പ്ലേയേഴ്സിനോട്, കാരണം എങ്ങനെ പോയാലും ഇപ്പോ ഫിഫന്റെ വേൾഡ് കപ്പിന്റെ കാര്യത്തിലായാലും ഒരു ഫേവററ്റിസം ബിഗ് ടീംസിന് ഉണ്ടാവും. അതിപ്പോ ഇപ്പൊ ഈ കളിന്റെ കാര്യത്തിൽ ഇപ്പോ ഈ റഫറീസിന്റെ ഇഷ്യൂസ് പറഞ്ഞില്ലേ, അതിന്റെ അകത്ത് നമ്മളെ അർജന്റീനന്റെ കാര്യം കുറെ ആൾക്കാർ പറഞ്ഞു. പക്ഷെ ഈ അർജന്റീനന്റെ കാര്യം പറയുമ്പോൾ ഈ അർജന്റീനന്റെ സെയിം സാധനം പോർച്ചുഗലിന്റെ കളി നടന്നിട്ടുണ്ടാവും, പോർച്ചുഗലിന്റെ സെയിം സാധനം ബ്രസീലിന്റെ കളി നടന്നിട്ടുണ്ടാവും. പക്ഷെ അതൊന്നും ആരും പറയില്ല. ആകെ പറയുന്നത് അർജന്റീനന്റെ കാര്യമാണ്. കാരണം അർജന്റീനന്റെ എതിരെ ഒരു അജണ്ട തുടങ്ങി വെച്ചിട്ടുണ്ട് ഓൾറെഡി ഫ്രണ്ട്ലി. അപ്പോൾ അതിനെ കുറച്ചുകൂടി ഒന്ന് ബൂസ്റ്റ് ചെയ്യുക. പക്ഷെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ വലിയ ടീമുകൾക്ക് എല്ലാവർക്കും ഒരു ചെറിയ രീതിക്കുള്ള ഒരു എന്താണ് ഫേവറിങ് കാരണം ഇപ്പോ അർജന്റീനന്റെ കാര്യമായിക്കോട്ടെ, അതിപ്പോ അവനെ ഫൗൾ വെച്ച കാര്യം, അതിപ്പോ ചിലപ്പോ വേറെ ടീമാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നോക്കൂല. പിന്നെ അതേപോലെ ഒരു ഓസ്ട്രിയന്റെ എതിരെ സെയിം ഫൗൾ നടന്നിട്ട് വിളിച്ചിട്ടില്ല. പോർച്ചുഗലിന്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ഓഫ് സൈഡ് മുടിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായും, അത് വേറെ ഏതെങ്കിലും ടീമാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അത് അത് ഓഫ് സൈഡ് നോക്കും എനിക്ക് തോന്നുന്നില്ല. അപ്പൊ കാരണം അത്രയും മൈന്യൂട്ട് ഡീറ്റെയിൽസ് നോക്കണം. പിന്നെ അതേപോലെ ബ്രസീലിന്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ 2 പെനാൽറ്റി കിട്ടി, അതിന്റെ അകത്ത് മറ്റേ അവസാനത്തെ പെനാൽറ്റി നെയ്മറിന് കിട്ടിയ പെനാൽറ്റി ഒക്കെ ഇടിച്ചിട്ട് വെറുതെ കിട്ടിയാണ്. അതായത് അതൊക്കെ എനിക്ക് തോന്നുന്നത് കാരണം ബിഗ് ടീംസിനെ കുറച്ചുകൂടി ഒരു ചെറിയ ഫേവേഴ്സ് അങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിനെ വെറുതെ എല്ലാവർക്കും നടക്കുന്ന സംഭവമാണ്. അപ്പൊ അതിനെ വെറുതെ ഒരു ടീമിനെ മാത്രം അടിച്ചിട്ട് കാര്യമില്ല. എനിക്കും തോന്നിയിട്ടുള്ള കാര്യമാണ് ഫേവറിസം എങ്ങനെയായാലും ചെറിയ രീതിക്ക് ഓരോ ടീമുകൾക്കും ബിഗ് ടീമുകൾക്കൊക്കെ ഉണ്ട് എന്നുള്ളത്. ഫിഫക്ക് പോലെ നിലനിൽപ്പിന് ഇവര് വേണം കുറെയൊക്കെ, അതൊക്കെയാണ് മെയിൻ കാര്യം.